ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എങ്കിലും എല്ലാവരുമല്ല. ഇവിടെ ഈശോ ഒന്നാമതായി ആന്തരികമായ അല്ലെങ്കിൽ ആത്മീയമായ ശുദ്ധിയെക്കുറിച്ചും രണ്ടാമതായി ശാരീരികമായ ശുദ്ധിയെക്കുറിച്ചും പറയുന്നു. ഒരുവൻ കുളി കഴിയുമ്പോൾ തൻ്റെ ശരീരത്തിലെ ഓരോ അവയവവും ശുദ്ധിയുള്ളതായി തീരുന്നത് പോലെ തന്നെ ജഡിക പാപങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും, കണ്ണുകൾ, കാതുകൾ, ഹൃദയം എല്ലാം പാപത്തിൽ നിന്ന് അകലുന്നു. അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനായി മാറുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ഇപ്രകാരം ശുദ്ധി പ്രാപിച്ചവരായിരുന്നു. എങ്കിലും അപ്പസ്തോലന്മാരിൽ 12 പേരിൽ ഒരുവനായ യൂദാസ് തൻ്റെ ജഡിക മോഹങ്ങളെ ഉപേക്ഷിച്ചിരുന്നില്ല. അവനിലെ ധനമോഹവും വഞ്ചനയും കാപട്യം നിറഞ്ഞ ഹൃദയവും കേവലം 30 വെള്ളിക്കാശിനു വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഒരു ജഡമോഹി സ്വയമേ നശിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെയും നശിപ്പിക്കുന്നു. ഈ വിശുദ്ധ വാരത്തിൽ, ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും പാപമില്ലാത്തവനായ യേശുനാഥനോട് അവിടുത്തെ കൃപാസാഗരത്തിൽ നമ്മെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്കെല്ലാവർക്കും അവിടുത്തെ രക്ഷയുടെ മഹത്വത്തിൽ പങ്കുകാരാകാം. എല്ലാവർക്കും ഒരു നല്ല പെസഹ വ്യാഴം, ഒരു നല്ല ഈസ്റ്റർ ആശംസിക്കുന്നു. നമ്മെ എല്ലാവരെയും വിശുദ്ധിയിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.